ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചെങ്കിൽ നമ്മളൊരു ഒത്തുകൂടലുണ്ടായിരുന്നു. തറവിക്ക ഫാമിലീൻ്റെ ഒരു മീറ്റപ്പായിട്ട് ഒരു മാസം ഒരു ഒത്തുകൂടലുണ്ട്. ആ ഒത്തുകൂടലാണ് ഇന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ബിരിയാണി, ഹൈദരാബാദിലത്തെ അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞാൻ്റെ മോനും അളിയാൻ കൂടിയിട്ടാണ് പോയി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അടിപൊളി ചിക്കൻ ബിരിയാണി, അടിപൊളി പറഞ്ഞെങ്കിൽ ഒരു ഹൈദരാബാദിലാണ്. അപ്പോൾ ഹൈദരാബാദിലത്തെ അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് നമുക്ക് മണിക്കൂർ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഓരെണ്ണം ഉണ്ടാക്കിയവ, വേറെ ആരും ഉണ്ടാക്കിയതൊന്നുമല്ല. നല്ല പാങ്ങുണ്ടായിരുന്നു ബിരിയാണിയെല്ലാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡെല്ലാം ഒരാൾക്ക് വിളമ്പി കൊടുക്കുന്നതാണ്. എല്ലാവരും ഓരോർക്ക് വേണ്ടത് ഓരോരോ എടുക്കുന്നത്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നെല്ലാം ഉണ്ടായതവ. നല്ല അടിപൊളി ബിരിയാണി നമുക്ക് വേണ്ടിയിട്ട് ഓറ് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. നല്ല കുറച്ച് ഗെയിംസ് എല്ലാം ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ചിക്കന് ഫ്രൈയും ചിക്കൻ ബിരിയാണി, ബീഫ് ചില്ലി, പിന്നെ നമ്മൾ സലാഡ് കച്ചമ്പർ, ഇതും കൂടിയിട്ടാണ് നമ്മൾ. അപ്പം ഞാൻ ചോറ് കഴിക്കുന്നതാണ്. എല്ലാവരും നമ്മൾ പെണ്ണുങ്ങളെല്ലാം സിറ്റ് ഔട്ടിൽ സീറ്റ് അങ്ങനെ ഇരുന്നിട്ട് കഴിക്കുന്നവ. കുറേ ആളുണ്ടായത് കൊണ്ട് എല്ലാവർക്കും ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് കളിയും പരിപാടിയെല്ലാം ഉണ്ടതല്ലേ. അപ്പോൾ പിന്നെ അത് നടക്കലാന്ന് വെച്ചിട്ട് പിള്ളമാരെല്ലാം അങ്ങനെ ഇരുത്തി ഞമ്മ അവിടെ ഇരുന്നിട്ട് എല്ലാവരും വെച്ചിനവ. പിള്ളമാർക്കെല്ലാം നല്ല അടിപൊളിയായിന് ബിരിയാണി, എല്ലാവരും ആസ്വദിച്ചിട്ട് കഴിച്ചിനവ. അതിൻ്റെ റൈസ് ഒന്നും പറയാനില്ല, സൂപ്പറായിനവ. കാരണം കുറേ വെക്കുമ്പോൾ അല്ലേ ഇങ്ങനെ ആണുങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിന് ബിരിയാണി. അങ്ങനെ അത് ഇപ്പം ഞാൻ ഇത് വിളമ്പുന്നവ നമ്മൾ പോയാൾ ഇങ്ങനെ വിളമ്പിയത് തന്നെ നല്ല പാങ്ങണ്ടായി. എനിക്ക് വിളമ്പാൻ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ വിളമ്പിയത്. അങ്ങനെതാ എല്ലാം ബിരിയാണി എല്ലാം വിളമ്പി കുറേ ആളെല്ലാം ബേച്ച്. ഞാൻ കുറേ ആൾ ബേക്കാനുണ്ട്. ഞാൻ ഉപ്പാൻ്റെ പുള്ളിയൊക്കെ തറവിക്ക ഫാമിലി ആണെന്ന്. ഉപ്പാൻ്റെ പുള്ളിയൊക്കെ ഉപ്പാൻ്റെ ഫാമിലിയാണ്. ഉപ്പ ഇല്ല, ഉപ്പ മരിച്ചിട്ട്. അപ്പോൾ മാമാവും ഞമ്മ ബാക്കി പുള്ളിയൊക്കെ എല്ലാം കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ആപ്പാറ് വന്നിന്, രണ്ടാപ്പാറ് ദുബൈയിലുണ്ടായിന്, രണ്ടാപ്പാറ് നാട്ടിലുണ്ടായിന്. അങ്ങനെ രണ്ടാപ്പാറും വന്നിട്ടുണ്ടായിരുന്നു. ഓരോ എത്ര തിരക്കുണ്ടെങ്കിൽ ഓരോ അതെല്ലാം മാറ്റി വെച്ചിട്ട് വന്നിന്. അങ്ങനെ നമ്മൾ സിറ്റ് ഔട്ടിലിരുന്നിട്ട് നമ്മൾ എല്ലാവരും ഡിസംബറിന് പോകണം ഫുഡ് കഴിക്കുന്നതാണ്. ലാസ്റ്റാണ് ഉമ്മാൻ്റെ ഊരിൽ വന്നിന്. അപ്പോൾ ഓർക്ക് ഇരിക്കാൻ സീറ്റ് നേരെ ടേബിളിലുണ്ടായിന്. ബേച്ചിലെല്ലാം കഴിഞ്ഞിട്ട് മുകളിലവ നമ്മൾ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മുകളിലേക്ക് വന്നിന്. ഇത് കുഞ്ഞാൻ്റെ പുര, 4 മൈലിൽ കുഞ്ഞാൻ്റെ പുരയിലാണ് മീറ്റപ്പ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റപ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് സൽമാൻ്റെ അവിടെ മാങ്ങാടാണ്, എൻ്റെ ഏടത്തിൻ്റെ അവിടെയാണ് അതിൻ്റെ ആ പരിപാടി ഉണ്ടായിരുന്നത്. ലാസ്റ്റ് പാവ ഇങ്ങോട്ട് പരിപാടി
നമ്മളെ ചോട്ടൂസെല്ലാം ഇല്ലേ, പിന്നെ പാട്ടെല്ലാം പാടിന് ആരും ബാക്കിൽ നിന്നിട്ടാവില്ല. ചെറിയ ചെറിയ പിള്ളേർക്കെല്ലാം മൈക്ക് കിട്ടിയിട്ടാകുമ്പോൾ പാട്ട് പാടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായി. അങ്ങനെ എല്ലാ പിള്ളേരും പാട്ട് പാടിന്. നമ്മൾ ആങ്കറായിട്ടുണ്ടായി നമ്മളെ റസീന വാപ്പാൻ്റെ മോന്, ചെറിയ ആപ്പാൻ്റെ മോന്, മാഷാ അല്ലാ അതിനെല്ലാം ഭയങ്കര ഉഷാറായിന്. അങ്ങനെ എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് ബോൾ പാസിങ് ഒറ്റ പിള്ളമാരൊന്നുമില്ല, ഞാനില്ല എന്ന് ഒന്നിനും പറഞ്ഞിട്ടാവേ, ഞാനുണ്ട് എല്ലാവരും മുന്നിൽ വന്നതാണ്. അതുകൊണ്ട് നമുക്ക് നല്ല സന്തോഷമായിന്. പിള്ളമാരെ കുറച്ച് ഗെയിംസ് പിന്നെ ഞമ്മും കളിച്ചിനവേ, കസാലക്കളി, ഒപ്പന, ഡാൻസ് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അതൊന്നും നമ്മൾ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടാണ്, പിള്ളമാർത് മാത്രമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മാമാക്ക് ചെറിയൊരു മൊമെൻറ്റോ കൂടി കൊടുത്തായിരുന്നു, മൊമെൻറ്റോ പിന്നെ ചെറിയൊരു ഗിഫ്റ്റും കൂടി കൊടുത്തായിരുന്നു. പിന്നെ ആ കുഞ്ഞാൻ്റെ മോന് സാദി ആയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെയും കൂടി നമ്മൾ ചെറിയൊരു മൊമെൻറ്റോ കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ പുള്ളിയൊക്കെ മാത്രം കൂടിയിട്ട്. ഞാൻ പിള്ളമാർന്ന് ഇത്ര ഇങ്ങനെ എൻജോയ്മെൻറ്റിൽ കളിക്കണമെന്ന് വിചാരിച്ച പിള്ളമാർ നമ്മളിങ്ങാട്ടി ഷെറബ മാഷാ അല്ലാ. ഓരോന്നും ഈനെല്ലാം എല്ലാത്തിലും മുമ്പിലുണ്ടായിരുന്നു. എല്ലാ കളിക്കും ഓരോ ഞമ്മണ്ട് ലെമൺ സ്പൂണ് കളിച്ച്, ബോൾ പാസിങ് കളിച്ച്, കസാലക്കളി കളിച്ച്, മ്യൂസിക്കൽ ചെയറില്ലേ എല്ലാം കളിക്കുമ്പോൾ ആരും ബാക്കിൽ നിന്നില്ല. ഞാനുണ്ട്. കാരണം പിള്ളമാർക്കെല്ലാം ചെറിയ ചെറിയ പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എത്ര ചെറുതായെങ്കിലും വലുതായെങ്കിലും പിള്ളേർക്കുള്ള പ്രൈസ് അതൊരു സന്തോഷമുള്ള കഥ തന്നെയല്ലേ. അങ്ങനെ എല്ലാവരും എന്നെ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നവേ. അടിപൊളി പരിപാടിയായിരുന്നു, അടിച്ച് പൊളിച്ചിട്ട് നമ്മൾ വന്നെയാണ് നടന്ന്. കാരണം വരാൻ മനസ്സിലായിട്ട് നമ്മൾ ഒരു ഉച്ചയായിനെത്തും തന്നെ. നേരത്തെ എത്താൻ പറഞ്ഞാൽ എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിട്ടാ. ഫുഡെല്ലാം അവരെന്നെ റെഡിയാക്കി, ഒറ്റയ്ക്ക് തന്നെ അവരെന്നെ റെഡിയാക്കിയതാണ്. അപ്പോൾ നമ്മൾ ഫുഡ് എത്തുന്ന സമയത്തൊന്നും എത്തിയിട്ടാണ്, അത് വിളമ്പിയിട്ട് ബേക്കുന്ന സമയത്തേ ഞാൻ എത്തിയിട്ടുണ്ടായിട്ടു. അങ്ങനെ ബോൾ പാസിങ്ങിൻ്റെ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ റസീനും ഷിസു അങ്ങനെ അവരെല്ലാവരും ഉണ്ട്. ഇങ്ങനെ അടിച്ച് പൊളിച്ചിനവ പൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പരിപാടിയാണ്. അങ്ങനെ എൻജോയ് നമ്മൾ രാത്രി 8-8:30 മണിയാനവ പെരുക്കെത്തുമ്പോൾ. നമുക്ക് പെരുക്കെത്തിരാൻ ബേജാറായി, കാരണം തേഞ്ഞിട്ടുണ്ടായിട്ടാണ്. ഇത്രയെല്ലാം കളിച്ചിട്ടുണ്ടാക്കി നമുക്ക് തേഞ്ഞിട്ടുണ്ടായിട്ടാണ്. അങ്ങനെ നെയ്ലാൻഡ് ഹൈമിനി ഡാൻസ് എല്ലാം കഴിഞ്ഞിട്ട് ചെറിയ ചോട്ടുപിള്ളറെ കസാലക്കളി മ്യൂസിക്കൽ ചെയറാണ് നടക്കുന്നുള്ളത്. അങ്ങനെ പിള്ളമാർക്ക് കസാല കിട്ടിയില്ല, അങ്ങനെ കരഞ്ഞിരുന്നവേ. ഇതിൽ കഴിഞ്ഞ പരിപാടിക്ക് കസാല കിട്ടായിട്ട് ലഹിനി കരഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഞാൻ ജയിച്ചിട്ട് തോറ്റ് എറിഞ്ഞിട്ട്. അങ്ങനെ ബില്ലിങ്ങിനാരും ഇതാക്കിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ആ ബദാപ്പാൻ്റെ ചെക്കൻ ഔട്ടായി. ഓന് കുറച്ച് കരഞ്ഞിന്, പിന്നെ ഓനെങ്ങനെയെല്ലാം കൂടിയിട്ട് സമാധാനിപ്പിച്ചിട്ട് കളിക്കുന്നതാണ്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിള്ളേർ ഇൻട്രസ്റ്റിൽ കളിച്ചിനവേ. നമുക്കെല്ലാം ഇങ്ങനെ ഒത്തു കൂടുമ്പോൾ ഒരു പാങ്ങല്ലേ, ഫോണിൽ തന്നെ കളിക്കുന്നത്. പിന്നെ മംഗളത്തിന് പോയിട്ട് വന്നിട്ട് ബിരിയാണി കഴിച്ചിട്ട് വരുന്നല്ലാണ്ട് ഇങ്ങനെ ഒരു ഒത്തു കൂടുമ്പോഴൊരു ഫാമിലി ഒരു മീറ്റപ്പ് ഉണ്ടാകുമ്പോൾ അതൊരു പാങ്ങ് വേറെ തന്നെ, എല്ലാവരും ഒന്നിച്ചു കൂടാനുള്ളൊരിത്. അങ്ങനെ നമുക്കിത് തേഞ്ഞിട്ടുണ്ടായിട്ട് ഇനിയും കൂടി കുറച്ച് ടൈം വേണമെന്നൊരാശയുണ്ടായിന്. അങ്ങനെ തന്നെ അത് കസാല കിട്ടാൻ വേണ്ടിയിട്ട് ഓടുന്ന ഓട്ടോ അല്ല ഓനൊരൊറ്റ പാച്ചൽ തന്നെ. എനിക്ക് നല്ല എനിക്ക് കസാലക്കളിയിൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെതാ ലാസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. 4 ആളെ ബാക്കിയുള്ളവേ. നല്ല പാങ്ങല പിള്ളേരെല്ലാം കളിച്ചിനവേ കണ്ട. ബൈലോട്ട് വന്നിട്ട് നെയിലായിരുന്നു. അപ്പോൾ അത് ബൈലോട്ട് വന്നെങ്കിൽ അത് ഫ്ലോപ്പല്ലേ. അങ്ങനെ ഓളത് ഫോളായിട്ട് ഓൾ പുറത്തായിന്. അങ്ങനെ ഈ ഒരു 3 ആളാണ് കളിക്കുന്നത്. ഈ പിള്ളമാർ ചെറിയ പിള്ളേർക്കല്ലേ മാഷാ അല്ലാ. ഇതെല്ലാം ഭയങ്കര എന്താ പറയുന്നത് എൻജോയ്മെൻറ്റുള്ളൊരു പരിപാടിയാണ്. പിന്നെ കസാലക്കളി വേണ്ടാന്ന് വെച്ചെങ്കില്ല, പിള്ളേർക്ക് കസാലക്കളിയോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പം അങ്ങനെ കസാലക്കളി തന്നെ കളിക്കാന്ന് വെച്ചിട്ട് കളിച്ചാണ്. വേറെ എന്തെല്ലാം കുറേ ഗെയിംസ് എല്ലാം കളിച്ചിട്ടുണ്ടാവേ. പിന്നെ ഈ കൂടുതൽ വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും
അങ്ങനെ ഗെയിംസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സ്നാക്സ് എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് വന്നിനവേ. അന്ന് സൽമാൻ്റെ അടുത്ത് തന്നെ നമുക്കൊന്നും സ്നാക്സ് ഒന്നും നേരെ കിട്ടിയിട്ടുണ്ടായിട്ട്, കാരണം എല്ലാവരും ഓരോന്ന് തിരക്കാക്കിയിട്ടെല്ലാം എടുത്തിട്ട് പിള്ളമാരെല്ലാം അങ്ങനെ ഇങ്ങനെ എല്ലാം ആക്കിയിട്ട് എടുത്തിട്ട് കൊണ്ടിരിക്കും. നമ്മൾ ഇത് നമ്മൾ പ്ലാൻ ആക്കിയിട്ട് തന്നെ വെച്ചാണ് എല്ലാവർക്കും കിട്ടാലാണ്ട്. എല്ലാവർക്കും എല്ലാ ഐറ്റംസും കൂടി ടേസ്റ്റ് ചെയ്യാൻ കിട്ടണോട്ട് അങ്ങനെ ഇതാക്കിയാണ്. കായ് കാച്ചത് നമ്മളെ കാസർഗോട്ടാളെ കായ് കാച്ചിയെന്നാണ് അതിനെ പറയല്. ബനാന ഫ്രൈ, കായ് കാച്ചത്, പഴംപൊരി അങ്ങനെ പറയും. പിന്നെ ഇത് എന്തെല്ലാം ഉണ്ടായിനിപ്പോൾ പറയാമെന്നറിയുന്നില്ല. നെഗറ്റ്സ്, ചോളം, പിന്നെ കായ് നിറച്ചത്, കായ്പോള, ക്യാരറ്റ് പോള, പിന്നെ അൽമാസ അതിനെന്ത് പറയുന്നത്, കുഴക്കട്ടയാ, അങ്ങനെ മീനപ്പം, അങ്ങനെ എല്ലാത്തരം ഐറ്റംസ് ഉണ്ടായിന്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ സമൂസ വാങ്ങിയാലുണ്ടായിന്. ഓരോർക്ക് കഴിയുന്ന പോലെ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടായിന്. പിന്നെ ചോളം എനിക്കെല്ലാം എടുത്ത് പറയാൻ പറ്റിയത് ഒരു ചോളം, എനിക്ക് ഭയങ്കര ഇഷ്ടമായിന്. ചോളം നല്ല ടേസ്റ്റും ഉണ്ടായിന്, അടിപൊളിയായിട്ടുണ്ടായിന്. പിള്ളേരെല്ലാം ആസ്വദിച്ച് കഴിച്ചൊരു ഐറ്റം അതും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും കിട്ടീന്. അപ്പോൾ ഒരാൾക്കൊന്നും കിട്ടാതൊന്നായിരിക്കില്ല, എല്ലാവർക്കും എല്ലാം കിട്ടീന്. എല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുന്ന് തന്നെ. അതിൽ സമൂസ മാത്രം കുറച്ച് ആൾക്കാർ വാങ്ങിയിട്ട് കൊടുന്നത്, ബാക്കിയെല്ലാം ഓരോരോ ഉണ്ടാക്കിയത്. പൊരിയപ്പം എന്തെന്നില്ല, എല്ലാ ഐറ്റംസും ഓരോർക്ക് കഴിയുന്ന പോലെ എല്ലാവരും ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിന്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ചായ കുടിക്കുന്നവ, കട്ടൻ ചായ വേണ്ടാക കട്ടൻ ചായ, പാൽ ചായ വേണ്ടാക പാൽ ചായ, അങ്ങനെ എല്ലാവരും ഇരുന്നിട്ട് ചായ കുടിക്കുന്നതാണ്. എല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഗിഫ്റ്റും ഉണ്ടായിരുന്നു. ജയിച്ച പിള്ളേർക്കുള്ള നേരത്തെ ലെമൺ ആൻഡ് സ്പൂണ്, കസാലക്കളി, മ്യൂസിക്കൽ ചെയറില്ലേ അത്, അങ്ങനെയെല്ലാം കളിച്ച പിള്ളേർക്ക് ഗിഫ്റ്റും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് ഇതെല്ലാം ഒരു സന്തോഷം, ഫസ്റ്റായ പിള്ളേർക്കുള്ള ഗിഫ്റ്റും കൂടി ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെല്ലാം എല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് വന്നിനവ. രാത്രി 8:30 മണിയായിനവ. നല്ല അടിപൊളി പരിപാടിയായിന്. അപ്പോൾ ഈ പുര നമുക്ക് കുഞ്ഞാന്ന് വിട്ട് തന്നിട്ടുണ്ടായിരുന്നത്, നമുക്ക് വേണ്ടിയിട്ട് പുര ഒരു ദിവസം കുഞ്ഞാ വിട്ട് തന്നിട്ടുണ്ടായിന്. അപ്പോൾ നമുക്കറിയില്ല ഒരു പുര വിട്ട് തന്നിട്ടാകുമ്പോൾ എത്ര പണിയുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കാനൊന്നും. അതെല്ലാം മൈഞ്ഞാവും കുഞ്ഞാവും അളിയാവും പിള്ളേരൊത്തിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നെല്ലാം. അപ്പോൾ അളിയാക്കും കുഞ്ഞാക്കും ബിഗ് താങ്ക്സ് വെയിൽ കൂടിയിട്ട് അറിയിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.